നമസ്കാരം. അന്റാർട്ടിക്ക എപ്പോഴും അതിദുരൂഹമായ ഒരു സ്ഥലമാണ്. വർഷത്തിൽ 12 മാസവും മഞ്ഞ് മൂടി കിടക്കുന്ന ഇവിടെ നിന്ന് പക്ഷേ പലപ്പോഴും വരാറുള്ളത് അതിവിചിത്രമായ കഥകളാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അന്റാർട്ടിക്കയിൽ അന്യഗ്രഹ ജീവികളുടേതുപോലെയുള്ള ഒരു മുഖത്തിൻ്റെ രൂപം കിട്ടിയിരിക്കുന്നുവെന്നാണ്. ഇത് ഒരു ഉപഗ്രഹ ചിത്രം വഴിയാണ് ലഭിച്ചിരിക്കുന്നത്. പകുതി തുറന്ന വായും കണ്ണും മൂക്കും എല്ലാമുള്ള ഒരു രൂപമാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് അന്യഗ്രഹ ജീവികളാണ് എന്നാണ് ഇത് പോസ്റ്റ് ചെയ്ത ആളുകൾ അവകാശപ്പെടുന്നത്. അന്റാർട്ടിക്ക പോലെയുള്ള അതിദുരൂഹമായ ഒരു സ്ഥലത്ത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള അന്യഗ്രഹ ജീവികളൊക്കെ കാണാമെന്ന തോന്നൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അന്റാർട്ടിക്കയുടെ തെക്കിഴക്കൻ മേഖലയിൽ നിന്നാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അന്റാർട്ടിക്കയുടെ ഏറ്റവും വിദൂരമായ ഒരു മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ ദൂരം കൂടുന്തോറും ഇതിൻ്റെ സംബന്ധിച്ചുള്ള ദുരൂഹതകളും വർദ്ധിക്കും എന്നുള്ളതായിരിക്കാം ഒരുപക്ഷേ ഇത് പോസ്റ്റ് ചെയ്തവരുടെ പിന്നിലെ ഉദ്ദേശം. എന്നാൽ നാസ പറയുന്നത് ഇതിലൊരു കാര്യവും ഇല്ല എന്നാണ്. ഇത് മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണെന്നാണ് നാസ പറയുന്നത്. നമുക്ക് മേഘങ്ങൾക്കിടയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും ഒക്കെ തന്നെ ചില രൂപങ്ങൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ മനുഷ്യരുമായി വളരെ സാദൃശ്യമുള്ള ചില രൂപങ്ങൾ നമ്മൾ മേഘങ്ങളിലും പർവ്വതക്കൂട്ടങ്ങളിലും ഒക്കെ തന്നെ കാണാറുണ്ട്. ഇതും അത്തരത്തിലുള്ള ഒരു മിഥ്യാദൃശ്യം മാത്രമാണ് എന്നാണ് നാസ പറയുന്നത്. ഇതൊരു മാനസികമായ ഒരു സംഭവം മാത്രമാണ് എന്നാണ് നാസ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതല്ലാതെ ഒരു കാരണവശാലും ഇത് അന്യഗ്രഹ ജീവികളുടേതല്ല എന്ന് തന്നെയാണ് നാസ തറപ്പിച്ച് പറയുന്നത്. ഈ ചിത്രം പോസ്റ്റ് ചെയ്ത വ്യക്തി താനൊരു അന്യഗ്രഹ ജീവിയുടെ ചിത്രമാണ് പോസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ മറ്റു ചില ആളുകൾ ഈ മുഖത്തെ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിയിലെ മെഗാട്രോൺ എന്ന കഥാപാത്രത്തിനോടാണ് ഇതിനെ ഉപമിക്കുന്നത്. മാത്രമല്ല 2019 തന്നെ റെഡിറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ചിത്രം വന്നിരുന്നു എന്നാണ് ഇപ്പോൾ പലരും അവകാശപ്പെടുന്നത്. അന്ന് ഇതുപോലെ അന്യഗ്രഹ ജീവികളാണിതെന്നാണ് ഇത് പോസ്റ്റ് ചെയ്തവർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇതിലൊരു കാര്യവുമില്ല എന്ന് തെളിഞ്ഞിരുന്നു. മാത്രമല്ല 2014 ചൊവ്വാഗ്രഹത്തിൽ ഒരു സ്ത്രീയുടെ രൂപം വന്നിരിക്കുന്നതായി ചിലർ അവകാശപ്പെടുകയും ഇത്തരത്തിൽ ചില ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. മാത്രമല്ല ഇത് അന്യഗ്രഹ ജീവികളുടെ ലോകത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ് എന്നുപോലും ചില ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ അസംബന്ധമാണ് എന്നും ഇതിന് ശാസ്ത്രീയമായി യാതൊരു അടിത്തറയുമില്ല എന്നുമാണ് നാസ ഉൾപ്പെടെയുള്ള ലോകത്തെ ഈ വിഷയത്തിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 1979 പുറത്തിറങ്ങിയ ഏലിയൻ എന്ന വിഖ്യാത സിനിമയിലെ ഭീകരജീവിയുമായിട്ടാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിന് സാദൃശ്യമുള്ളത് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അന്യഗ്രഹ ജീവികളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ ചിന്ത മാത്രമാണ്. ശാസ്ത്രം ഒരുപാട് വളർച്ച പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് AI പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അതുകൊണ്ട് തന്നെ തങ്ങൾ അന്യഗ്രഹ ജീവിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നാസ ഉൾപ്പെടെയുള്ള ലോകത്തെ ഈ മേഖലയിലെ ഏറ്റവും കഴിവ് തെളിയിച്ച സ്ഥാപനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ കള്ളി പുറത്തുകൊണ്ടുവരാനൊക്കെ തന്നെ സാധിക്കും. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം വൈറലായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോൾ ശാസ്ത്രലോകം വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.